ആ ശ്രമത്തിന് തീരെ ഫലം ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ചിലരൊക്കെ അതിന്റെ ഭാഗമായി ഒരു ചാഞ്ചാട്ടം കാണിച്ചിട്ടുണ്ട്. ഈ ചാഞ്ചാട്ടം കാണിച്ചവർക്കടക്കം ഇത്രയും കാര്യങ്ങൾ പച്ചയായി വന്നപ്പോൾ ഒരു വിഭാഗം അവരർപ്പിച്ച വിശ്വാസത്തിന്റെ നേരെ ഭൂമിയിൽ ദുഷ്ടാസനം ചെയ്യപ്പെടും എന്ന നില വന്നപ്പോൾ ആ കൂട്ടരുടെ കൂടെ പരസ്യമായി നിൽക്കാൻ ലക്ഷ്യമുണ്ട്. നമ്മൾ കണ്ടതില്ലേ അവർക്ക് വലിയ വസ്തുത. അതിന്റെ അർത്ഥം അവർ ക്രിസ്ത്യാനിയെ മാത്രം ലക്ഷ്യമിടുന്നതാണ്. മുസ്ലിമിനെ പലയിടങ്ങളിലായിട്ട് ആക്രമിക്കും. മുസ്ലിമിനെ മാത്രമാണ് അവർ ലക്ഷ്യമിടുന്നത്. എല്ലാവരെയുമാണ്, എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തെയുമാണ്. ഇത് മറക്കരുത്. ഇവര് ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിട്ട് തങ്ങളുടെ ഉദ്ദേശകാര്യങ്ങൾ നേടാൻ പറ്റുമെന്നൊരു ശ്രമം നടത്തണം. ആ പടിയിൽ വീഴാതിരിക്കുകയാണ് വേണ്ടത്. അത് RSSന്റെ അജണ്ടയാണ്, സംഘപരിവാറിന്റെ അജണ്ടയാണ്. ആ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മാറാതിരിക്കും. കേരളത്തിന്റെ കഥയാണല്ലോ പറയുന്നത്. കേരളത്തിൽ എവിടെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചത്? പച്ച നുണ ഒരു നാട്ടിനെ അപകീർത്തിപ്പെടുത്താൻ ഭാവനയെ സൃഷ്ടിച്ച കുറെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. ആ അവതരിപ്പിച്ച കാര്യങ്ങളോട് രാജ്യത്ത് നമ്മുടെ നാട്ടുകാർ മാത്രമല്ല, കേരളീയർ എല്ലാത്തിലും തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. സാംസ്കാരിക രംഗത്തിന് യോജിക്കാനല്ലാത്ത സമീപനത്തെ തീർത്തും തെറ്റായ നിലപാടിൽ എടുത്തിട്ടുള്ളൂ. അത് തീർത്തും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരു കാര്യം. അതിനെ കൂടുതൽ പ്രചരണം കൊടുക്കുന്നുണ്ട്. അതിന് കൃത്യമായ ഉദ്ദേശങ്ങൾ കാണും. നാം കാണേണ്ടത് അതിൻ്റെ ഭാഗമായി കേരളത്തെ എന്തോ ഒരു വല്ലാത്ത സ്ഥലമായി ചിത്രീകരിക്കുകയാണ്. ഈ നാട് നല്ല രീതിയിലുള്ള സാഹോദര്യ ബന്ധത്തിന്റെ നാടാണ്. ജാതിഭേദവും മതവിദ്വേഷവും ഏതുമില്ലാത്ത സർവ്വരും സോദരത്വനെ വാഴുന്ന ഒരു നാടാണല്ലോ കേരളം. നവോത്ഥാന കാലം മുതൽ